ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ അത് ടീം യു ഡി എഫിൻ്റെ വിജയമാണ്. കുന്നത്തുനാട് അത് യു ഡി എഫിൻ്റെ വിജയമാണ്. അപ്പോൾ ഒരാൾക്കും ഇതിനകത്ത് പ്രത്യേകിച്ച് അവകാശവാദം ഒന്നും ഉന്നയിക്കാൻ പറ്റത്തില്ല. ഇത് ഞാൻ കാരണമാണ്. നമുക്ക് കാസർഗോഡ് തൊട്ട് നോക്കാം, മഞ്ചേശ്വരത്ത് തൊട്ട് നമുക്ക് തിരുവനന്തപുരം പാറശാല വരെയുള്ള പല സീറ്റുകളിലും ഉണ്ടായ തിരിച്ചടികൾക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ യു ഡി എഫിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ വി ഡി സതീശൻ മാത്രം തീരുമാനിച്ച നിലമ്പൂരിൽ അന്ന് ഒരിക്കലും ആര്യാട ഷൗക്കത്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കില്ല. വി ഡി സതീശൻ ആണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ളതുകൊണ്ടും യു ഡി എഫിൻ്റെ ചെയർമാൻ വി ഡി സതീശനായിരുന്നു എന്നുള്ളതുകൊണ്ട് വി ഡി സതീശന് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. രാജേട്ടാ നമസ്കാരം. രാജേട്ടാ, മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ട് തമ്മിൽ തല്ല് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹി നല്ല തീരുമാനം വരട്ടെ, അതുവരെ നമുക്ക് കാത്തിരിക്കാം. അതിനിടയിൽ നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിജയത്തിൻ്റെ അവകാശവാദം ഇപ്പോൾ വി ഡി സതീശൻ പറയുന്നുണ്ടെങ്കിൽ താനാണ് വിജയിപ്പിച്ചത്, ഞങ്ങളാണ് വിജയിപ്പിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന 3 പേരുടെയും റോള് നമുക്ക് മറക്കാനാവത്തില്ല. 3 പേരും വളരെ നല്ല രീതിയിൽ തന്നെ കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ യു ഡി എഫിന് അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഈ വസ്തുതയെ നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത് യു ഡി എഫ് എന്നുള്ള ഒറ്റ വികാരത്തിലാണ്. അതിനിപ്പോൾ ഏറ്റവും വലിയൊരു ഉദാഹരണം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, കോതമംഗലം സീറ്റ് എടുക്കുക. ഈ കോതമംഗലത്ത് ഷിബു തെക്കുംപുറം വിജയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഷിബു തെക്കുംപുറം എന്ന് ഉള്ള രീതിയിലുള്ള പ്രചരണം കോതമംഗലം നിയോജക മണ്ഡലത്തിൽ ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം അവിടെ വിജയിച്ചു പോയത്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ നമ്മൾ എടുത്തു പറയുന്നത് ഇപ്പോൾ കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിന്റെ വിജയം എന്ന് പറഞ്ഞാൽ യു ഡി എഫിന്റെ മാത്രം വിജയമാണ്. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ലത്തീൻ സഭയൊക്കെ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രചരണങ്ങൾ അന്തർധാരയിൽ നടത്തിക്കൊണ്ടിരുന്നു. നമ്മളെല്ലാവരും പ്രൊഡിക്റ്റ് ചെയ്തതാണ് കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് പരാജയപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ടെന്ന്. പക്ഷേ ഞാൻ അതിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കൊച്ചിയിലുള്ള ലത്തീൻ വിഭാഗത്തിന് എല്ലാ കാലത്തും ഒറ്റ മൈൻഡ് ആയിരുന്നല്ലോ, അത് യു ഡി എഫ് മൈൻഡാണ്. അല്ല ശരിയാണ്, ഭാഗമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം കൊച്ചിയിൽ യു ഡി എഫ് എന്നുള്ളൊരു വികാരത്തിലാണ് ജയിച്ചു കയറിയത്. പക്ഷെ അവിടെ മാക്സ് 2 പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ തന്നെ ഇപ്പൊ തൃപ്പൂണിത്തുറയിൽ അത് ടീം യു ഡി എഫിന്റെ വിജയമാണ്. കുന്നത്തുനാട് അത് യു ഡി എഫിന്റെ വിജയമാണ്. അപ്പോൾ ഒരാൾക്കും ഇതിനകത്ത് പ്രത്യേകിച്ച് അവകാശവാദം ഒന്നും ഉന്നയിക്കാൻ പറ്റത്തില്ല. ഇത് ഞാൻ കാരണമാണെന്ന്. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. കാരണം രമേശ് ചെന്നിത്തലയുടേതായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. വി ഡി സതീശനാണെങ്കിൽ രാവും പകലുമില്ലാതെ ഓടി നടന്ന് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. കെ സി വേണുഗോപാലാണെങ്കിൽ കൃത്യസമയത്ത് സ്ഥാനാർത്ഥികളെ ഐഡന്റിഫൈ ചെയ്യുകയും അതിനനുസരിച്ചിട്ട് രാഹുൽ ഗാന്ധിയെ ഉൾപ്പെടെ പ്രിയങ്ക ഗാന്ധിയെ ഉൾപ്പെടെയുള്ള ആളുകളെ പ്രചരണത്തിലെത്തിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു അവകാശവാദം ഇവിടെ ആർക്കും പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പരിഗണിക്കപ്പെടേണ്ടത് സീനിയോറിറ്റി എന്ന് പറയുന്ന സംഭവങ്ങൾ തന്നെയാണ് പരിഗണിക്കപ്പെടേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെ വിലയിരുത്തുന്നു? തീർച്ചയായും ഇപ്പോൾ സി ബി പറഞ്ഞാൽ കറക്റ്റ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടുത്തെ നമ്മുടെ ഷിബു തെക്കുംപുറവും മറ്റുള്ള ഷിയാസിന്റെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മൾ നോക്കൂ, ഇപ്പം വി എസ് ജോയിന്റെ വിജയം നോക്കൂ. വി എസ് ജോയി ഏതെങ്കിലും തരത്തിൽ സാമുദായിക അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഒരിക്കലൊന്നല്ല. അദ്ദേഹം അവിടെ മത്സരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് എല്ലാവരും കളിയാക്കിയിരുന്നു. പ്രത്യേകിച്ചൊരു കെ ടി ജലീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ മറ്റൊരു കളിയും നടക്കില്ല എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ കെ ടി ജലീൽ അദ്ദേഹത്തിന്റെ കോട്ടയായി സൂക്ഷിച്ചിരുന്ന കോൺഫിഡൻസിലായിരുന്നു അവിടെ ജയിക്കും എന്ന് തന്നെയായിരുന്നു. അതായത് ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയും, പക്ഷേ കെ ടി ജലീൽ അല്ലെങ്കിൽ മണ്ഡലം നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ട് CPM അദ്ദേഹത്തെ തന്നെ കൊണ്ടു നിർത്തുകയും, എന്നാൽ അദ്ദേഹത്തിന് അവിടെ ജയിക്കാൻ പറ്റിയില്ല. നമുക്ക് കാസർഗോഡ് തൊട്ട് നോക്കാം, മഞ്ചേശ്വരത്ത് തൊട്ട് നമുക്ക് തിരുവനന്തപുരം പാറശാല വരെയുള്ള പല സീറ്റുകളിലും ഉണ്ടായ തിരിച്ചടികൾക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ യു ഡി എഫിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ CPMന്റെ ഭരണം, പ്രത്യേകിച്ചിട്ടും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെയുണ്ടായ ജനവിധിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. നമ്മൾ കാണാം 102 സീറ്റ് എന്നുള്ള വലിയ അക്കത്തിലേക്ക് യു ഡി എഫിനെ വലിയ രീതിയിലേക്ക് വിജയിപ്പിച്ച ജനങ്ങളുടെ മനസ്സിൽ ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ LDFന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഇനി ഉണ്ടാവരുത് എന്നുള്ളത്. യു ഡി എഫ് എന്ന് ആര് വരും എന്നതിനെക്കുറിച്ച് യു ഡി എഫ് ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. അപ്പോൾ വി ഡി സതീശൻ്റെ പേരും ആരും പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ KCയുടെ പേരും പറഞ്ഞിട്ടില്ല, ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. അതാത് മണ്ഡലങ്ങളിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന മത്സരരംഗത്ത് ഇറങ്ങിയ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ ശക്തിപ്പെടുത്താനും അവർക്ക് വിജയം നൽകാൻ വേണ്ടിയാണ് ജനങ്ങൾ തീരുമാനിച്ചതെന്നല്ല. ഇന്നലെ വി ഡി സതീശൻ മറ്റേ കാർഗയുടെ വീട്ടിൽ വെച്ചിട്ട് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, KC വേണുഗോപാലിന്റെ പേര് ഒരു പ്രാവശ്യം പോലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉണ്ടായിരുന്നില്ല. എല്ലാ സത്യമാണെന്ന് ഉണ്ടായിരുന്നില്ല. വേറൊരു കാര്യം, ഇവർ 3 പേരും തമ്മിലായിരിക്കും മത്സരം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. കാരണം
UDF അധികാരത്തിൽ വരികയാണെങ്കിൽ KC തന്നെയായിരിക്കും വേണുഗോപാൽ മുഖ്യമന്ത്രി എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒറ്റ കാര്യം പറയാം. ഇപ്പോൾ ഒരു വർഷം മുന്നെയാണ് ഇതേ സമയത്തായിരുന്നു കഴിഞ്ഞ നമ്മുടെ നിലമ്പൂരിൽ നിലമ്പൂർ ബൈ ഇലക്ഷനിൽ ഉണ്ടായ വിജയത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള അവകാശവാദങ്ങൾ ഉണ്ടായി. ഓർക്കുന്നുണ്ടാവും, ക്യാപ്റ്റൻ എന്നുള്ളൊരു പ്രയോഗം VD സതീശനെ കുറിച്ചുണ്ടായി. ആ സമയത്ത് തന്നെ നറേറ്റീവ് ഉണ്ടായി. ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, AICC വളരെ കൃത്യമായി പറഞ്ഞു, ഒരാളിൻ്റെ മാത്രം വിജയമല്ല, അവിടെ കൂട്ടായ്മയുടെ വിജയമായിരുന്നു. എന്തായാലും ഈ VD സതീശൻ മാത്രം തീരുമാനിച്ച നിലമ്പൂരിൽ അവിടുന്ന് ഒരിക്കലും ആര്യാടൻ ഷൗക്കത്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കില്ല. അവിടുത്തെ UDFകാർ കൃത്യമായി, കാരണം 2 തവണ നഷ്ടപ്പെട്ട ഒരു സീറ്റ് കൂടിയാണ് നമ്മൾ കാണേണ്ടതുണ്ട്. 2 തവണ നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടി UDF വളരെ കൃത്യമായി, പ്രത്യേകിച്ചിട്ടും അവിടെ ലീഗും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ എല്ലാ ഗ്രൂപ്പുകാരും മറ്റെല്ലാം മറന്നുകൊണ്ട് ശക്തമായ നിലയിൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടാണ് മണ്ഡലം തിരിച്ചു പിടിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ചാണ്ടിയുമനൊക്കെ അവിടെ 3000 വീടുകൾ കയറി, മാരത്തോൺ ഓട്ടം ഓടി വീട് കയറുന്ന ഒരു അവസ്ഥയ്ക്ക്. പക്ഷേ ഈ ചാണ്ടിയുമൻ അവിടെ വളരെ വലിയ സ്വീകാര്യതയായിരുന്നു. കാരണം എല്ലാ വീടുകളിലേക്ക് കയറി ചെല്ലുന്ന സമയത്തൊക്കെ വലിയ രീതിയിലുള്ള സ്വീകാര്യത. അപ്പൊ അവിടെ ഒരാളാണ് വിജയിപ്പിച്ചത് എന്ന് പറയാൻ പറ്റില്ല. അത് നേതൃത്വം നൽകുന്നു എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതേ സമയത്താണ് സണ്ണി ജോസഫ് KPCC അധ്യക്ഷനായി വരുന്നതാണ്. അപ്പൊ സണ്ണി വക്കീല് വന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ഈ വിജയം ഉണ്ടാകുന്നത്. സണ്ണി വക്കീലാണ് ഈ വിജയിപ്പിച്ചതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ VD സതീശൻ ആണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ളതുകൊണ്ടും UDFന്റെ ചെയർമാൻ VD സതീശനായിരുന്നു എന്നുള്ളതുകൊണ്ട് VD സതീശന് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് ഈ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. VD സതീശനല്ല, രമേശ് ചെന്നിത്തലയായിരുന്നു ചോദ്യമെങ്കിൽ രമേശ് ചെന്നിത്തലയും ഈ ഉത്തരവാദിത്തം നിർവഹിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് ഒരാളാണ് ഇത് ചെയ്തത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ എല്ലാ വോട്ടർമാർക്കിടയിൽ UDFന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഈ നേതാക്കന്മാരെല്ലാം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പം ഒരു വർഷം മുന്നേ തന്നെ KC വേണുഗോപാൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൃത്യമായി കോൺഗ്രസ് എല്ലാ പ്രവർത്തകരും ഒറ്റ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി മറ്റ് എല്ലാ താല്പര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് കോൺഗ്രസിനെ കേരളത്തിലെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള പ്രവർത്തനത്തിന് വേണ്ടി സജ്ജമാവണം എന്നുള്ള കൃത്യമായ സന്ദേശം നൽകി. ഗ്രൂപ്പ് കളിച്ച് ഇവിടുത്തെ അധികാരം നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് നമ്മൾക്ക് ഖേദിക്കേണ്ടി വരും. ഒരു കാരണവശാലും പിന്നീട് ഈ പാർട്ടിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് AICCയുടെ പ്രത്യേക നിർദ്ദേശമാണ് ഇവിടെ സംഘടനയെ ശക്തിപ്പെടുത്തണം എന്നുള്ളത്. അങ്ങനെ പറയുകയാണെങ്കിൽ KC വേണുഗോപാലാണല്ലോ വിജയശില്പി. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാ നേതാക്കന്മാർക്കും താഴെ തട്ടിൽ മുതൽ മേലെ തട്ടിൽ വരെയുള്ള എല്ലാ നേതാക്കന്മാർക്കും കൃത്യമായി ഈ വിജയത്തിൽ പങ്കാളിത്തമുണ്ട്. പക്ഷേ ഭാരത് ജോഡോ യാത്രയ്ക്ക് ഉപദേശം നൽകിയ ഒരാളാണ് രമേശ് ചെന്നിത്തല. ഭാരത് ജോഡോ യാത്രയുടെ ഒരു ഉപജ്ഞാതാവ് രമേശ് ചെന്നിത്തലയാണ്. അതുകൊണ്ട് അദ്ദേഹമാണ് പ്രവർത്തക സമിതിയിൽ ചെന്നിത്തലയും ദീർഘകാലമായി കേരളത്തിൽ പ്രവർത്തിച്ച ദേശീയ തലത്തിലും അതുപോലെ തന്നെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നേതാവാണ് എന്നുള്ളത് കൊണ്ട് രമേശ് ചെന്നിത്തലയെ നമ്മൾ തള്ളി പറയാൻ പറ്റില്ല, ഒരു നേതാവിനെയും തള്ളി പറയാൻ പറ്റില്ല. പക്ഷേ ഒരു മുഖ്യമന്ത്രിയെ ഉണ്ടാവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം എന്താണ്, ഏറ്റവും പെട്ടെന്ന് UDF ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. കോൺഗ്രസ് ഉടൻ തന്നെ അവരുടെ നേതാവിനെ പ്രഖ്യാപിക്കണമെന്നും, ഇപ്പം നമുക്ക് ഈ കേരളത്തിന്റെ ഒപ്പം ഇലക്ഷൻ നടന്ന എല്ലാ സ്ഥലങ്ങളിലും മുഖ്യമന്ത്രിമാർ സത്യപ്രതിജ്ഞ, ഇന്ന് രാവിലെ വിജയ് കൂടി സത്യപ്രതിജ്ഞയോടുകൂടി ഇനി കേരളം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ കേരളത്തിൽ ഇത്രയും വലിയ വിജയം പുതുച്ചേരിയിലായി. അപ്പം കേരളത്തിൽ ഇത്രയും വലിയ വിജയം നൽകിയിട്ട് എന്തുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ പറ്റാത്തതെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയണം കോൺഗ്രസ്. പക്ഷെ അപ്പോൾ അവിടെ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണ് ഈ ആളുകളെ തെരുവിലിറക്കിയതെന്നും അവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നുകൂടി കൃത്യമായിട്ട് കോൺഗ്രസ് പാർട്ടി പരിശോധിക്കേണ്ടതുണ്ട്. തീർച്ചയായും പരിശോധിക്കേണ്ടതുണ്ട്. അത് പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചയ്ക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായത് കേരളത്തിൽ നടന്ന ഈ പ്രതിഷേധ പ്രകടനങ്ങളെ കുറിച്ചാണ്. ആരാണ് ജനങ്ങളെ തെരുവിലിറക്കിയത്, എന്തിനാണ് അത്തരത്തിലൊരു തെരുവിലിറക്കിയത്? ഇത് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ കോൺഗ്രസ് തന്നെ പ്രതിഷേധിക്കുന്നു എന്ന് പറയുന്ന ഒരു രീതി അതാണ്. അത് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട്, അതൊക്കെ ഉണ്ടായിട്ട് പ്രതിഷേധ ഗ്രൂപ്പിന്റെ കാലഘട്ടത്തിൽ. അത് കൂടാതെ ഇന്നലെ ഡൽഹിയിൽ ബസ്സിന് ബസ്സിന് അവരവിടെ വേറെ ടൂറിസ്റ്റുകളായിട്ട് വന്നവരാണ്, അല്ലാണ്ട് അവരെ മാധ്യമങ്ങളൊക്കെ ചേർന്നിട്ട് വശപ്പെടുത്തിയതാണ്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങൾ അങ്ങോട്ട് മൈക്ക് കുത്തിയിട്ട് നിങ്ങളിൽ ആരെയാണ് അപ്പൊ ഒരാൾ VD സതീശൻ പറഞ്ഞു, അവരെല്ലാം VD സതീശൻ പറഞ്ഞു. പക്ഷെ ഇതാണ് രാജേഷ്, ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, VD സതീശൻ അറിഞ്ഞോ അറിയാതെയോ VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയെടുത്ത് അതിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും മറ്റു പല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു വലിയ പാർശ്വവർത്തികളെ എല്ലാ സ്ഥലങ്ങളും ഒരു വലിയ ഗ്രൂപ്പ് ഇവിടെയുണ്ട്. അവരെ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനെ തിരിച്ചറിയാതെ കേരളം പോയി കഴിഞ്ഞാൽ
ഉണ്ടാവുന്നത് വലിയ അപകടമാണ്. വലിയൊരു വർഗീയ ധ്രുവീകരണം കേരളത്തിലുണ്ടാവും. ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നുള്ള രീതിയിലുള്ള ഒരു വേർതിരിവ് നമ്മുടെ സംസ്ഥാനത്തുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മതേതരത്വം എന്ന് പറയുന്നത് എവിടെ എത്തും? അതിനേക്കാളും വലിയൊരു അപകടം കൂടി ഇതിൻ്റെ കൂടെ പറഞ്ഞുകൊണ്ടേണ്ട്. അതായത് ഈ ഇത്തരത്തിലുള്ള ഇപ്പം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ലീഗ് വളരെ സമ്മർദ്ദം ചെലുത്തിയാണല്ലോ 4-5 മന്ത്രിസ്ഥാനം 4 മന്ത്രിമാരെ ഉണ്ടായിരുന്നു. 5-ാം മന്ത്രിസ്ഥാനം നേടിയത് യഥാർത്ഥത്തിൽ പിന്നീട് വലിയ തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിന് കാരണമായിട്ടുണ്ട്. ലീഗ് സമ്മർദ്ദം ലീഗ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് ലീഗായിരിക്കും ഭരിക്കുക എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശനൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അന്നത്തെ ബാക്കിയാണ്. ആ ഒരു വിഷയം ഇപ്പോഴും കേരളത്തിന്റെ സമൂഹത്തിൽ ഇങ്ങനെ കിടക്കുവാണ്. അപ്പം പ്രത്യേകിച്ചിട്ടും ഇപ്പം വി.ഡി. സതീശനെ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വെള്ളാപ്പള്ളി നടേശനും അതുപോലെ ബി.ജെ.പി. നേതൃത്വവും വലിയ നറേറ്റീവായിട്ട് ഇറങ്ങും. എന്താണ്? ലീഗിന്റെ സമ്മർദ്ദത്തിന് ഈ കോൺഗ്രസ് നേതൃത്വം കീഴടങ്ങി ആണ് സതീശനെ മുഖ്യമന്ത്രിയാക്കിയെന്ന് പറയും. തീർച്ചയായിട്ടും. ഇനി വി.ഡി. സതീശനെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ എന്താ പറയാന്നറിയാവോ? ഈ മുസ്ലിങ്ങൾ ആധിപത്യം സ്ഥാപിക്കും എന്നുള്ള ഒരു വലിയ നറേറ്റീവ് വന്നുകൊണ്ടാണ് വി.ഡി. സതീശൻ ലാസ്റ്റ് പുറത്താക്കിയെന്ന് പറയും. എങ്ങനെയായാലും ഈ വിഷയമുണ്ട്. ഈ വിഷയം ഇവിടെ വലിയ രീതിയിൽ ബി.ജെ.പി. പിന്നീട് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ഒരു കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ബി.ജെ.പിക്കാരാണോ ഈ ആളുകളൊക്കെ തെരുവിലിറക്കിയത്? ഞാൻ അങ്ങനെ പറയില്ല കേട്ടോ, ഞാൻ അങ്ങനെ പറയില്ല. പക്ഷെ ഇവിടെ വലിയ വിഷയങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. തുടർന്ന് ഈ സർക്കാർ രൂപീകരിച്ചതിന് ശേഷം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ഇതാണെന്നാണ് പറഞ്ഞത്. തീർച്ചയായും 3 MLA-മാരാണ് ഇത്തവണ ബി.ജെ.പിക്ക് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ നമ്മളൊരു വോട്ടിംഗ് പാറ്റേണൊക്കെ എടുത്തു നോക്കുമ്പോൾ 5 വർഷം കഴിയുമ്പോഴേക്ക് അവരെന്തായാലും 30 സീറ്റിലേക്ക് വളരാനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്. നമ്മൾ കാണണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ ബി.ജെ.പി. നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് 2036 ഞങ്ങൾ കേരളം ഭരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് എത്തും. 30 പിന്നെ 60 ആവാനും 90 ആവാനും പിന്നെ വലിയ കാലമില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ചിട്ടും കോൺഗ്രസിന് അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് കോൺഗ്രസ് ഈ തെരുവിൽ തല്ലും. അതുപോലെ തന്നെ മറ്റു പലത്തിലുള്ള സ്വാധീനത്തിൽ വലയത്തിലാണ് കോൺഗ്രസ് ഉള്ളത് എന്നൊക്കെ പറയാനുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. നേരത്തെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കണമായിരുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പ്രത്യേകതയുണ്ട്. എന്ത് തീരുമാനം പ്രഖ്യാപിച്ചാലും പ്രവർത്തകർ അംഗീകരിക്കും, നേതാക്കന്മാർ അംഗീകരിക്കും. ഇന്നലെ ഇത്തോലും എന്താ പറഞ്ഞത്? ഇന്നലെ പോലും പറഞ്ഞത് വേണുഗോപാലാണോ അല്ലെങ്കിൽ വി.ഡി. ആണോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയാണോ എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ആരുടെ പേര് പറയുന്നില്ല. പക്ഷേ AICC നേതൃത്വം എന്താണോ തീരുമാനിക്കുക അത് ഞങ്ങൾ ശിരസ വഹിക്കുമെന്ന് ഈ 3 നേതാക്കന്മാരും പറഞ്ഞു കഴിഞ്ഞു. AICCയുടെ ഭാഗമാണ് ആര്? KC വേണുഗോപാൽ. പിന്നെ ഈ 2 നേതാക്കന്മാർ, ഈ 2 നേതാക്കന്മാരും ഈ ഹൈക്കമാൻഡ് എന്ത് തീരുമാനിച്ചാലും അത് അംഗീകരിക്കുമെന്നും അതിൽ യാതൊരു പ്രതിഷേധവും ഉണ്ടാവില്ല എന്ന് ഇന്നലെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വി.ഡി. സതീശനല്ല മുഖ്യമന്ത്രി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയാണ് വരുന്നത്. ഇവർ രണ്ടും അല്ലാതെ KC വരുമ്പോൾ ഇവർ 2 പേർക്കും ഒരാൾക്ക് ധനകാര്യവും ഒരാൾക്ക് ആഭ്യന്തരവും നൽകിക്കൊണ്ട് ഇത് കോംപ്രമൈസ് ആക്കാനുള്ള ശ്രമം പോലും ഇന്നലെ നടന്നിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും എത്തി നിൽക്കാത്തത് കൊണ്ടാണ്. പക്ഷേ ഇന്ന് രാത്രിയോടുകൂടി ഈ പ്രഖ്യാപനം ഉണ്ടാവും എന്നാണ് കിട്ടുന്നവർ. ഇന്ന് രാത്രി തീരുമാനിച്ച് പ്രഖ്യാപിച്ചിട്ട് നാളെ രാവിലെ പ്രഖ്യാപിക്കും. എന്തായാലും ഈ 2 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ ഏൽക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനുള്ളത്. അതുകൊണ്ട് കോൺഗ്രസ് വളരെ ശ്രദ്ധയോടുകൂടി നീങ്ങിയില്ലെങ്കിൽ വരും കാലത്ത് കേരളത്തിൽ വലിയ രീതിയിൽ ബി.ജെ.പി. വളരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുള്ള അതിനുള്ള എല്ലാ സാഹചര്യവും കേരളത്തിൽ ഒരുങ്ങിയിട്ടുണ്ടെന്ന് കൂടി ഇവർ മനസ്സിലാക്കണം.